ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ഐക്യുമാസ്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് 10 CBSE 11th ചാപ്റ്റർ കൺസ്ട്രക്ഷൻസ് ആണ്. കൺസ്ട്രക്ഷൻസ് എന്നുള്ള ചാപ്റ്ററിലെ ഒരു മെയിൻ പോർഷനാണ് കൺസ്ട്രക്ഷൻ ഓഫ് സിമിലർ ട്രയാങ്കിൾസ്. ആ പോർഷൻ ഈ അക്കാഡമിക് ഇയറിൽ ഡിലീറ്റഡ് പോർഷനാണ്. കോവിഡ് മൂലം പോർഷൻ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും ഐക്യുമാസിന്റെ ഈ വീഡിയോയിൽ ആ ഒരു സെഷൻ ഉൾപ്പെടുത്തുകയാണ്, ആർക്കെങ്കിലും റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട്. ക്വസ്റ്റ്യൻ ഇതാണ്: കൺസ്ട്രക്ട് എ ട്രയാങ്കിൾ ഓഫ് സൈഡ്സ് 4 cm, 5 cm and 6 cm and then a triangle similar to it whose sides are 2/3 of the corresponding sides of the first triangle. അപ്പോൾ നമുക്ക് ഒരു ട്രയാങ്കിൾ കൺസ്ട്രക്ട് ചെയ്യണം. അതിന്റെ സൈഡ്സ് 4 cm, 5 cm and 6 cm ആണ്. അപ്പോൾ ഒരു റഫ് ഫിഗർ വരച്ചാൽ ട്രയാങ്കിളിന്റെ സൈഡ്സ് 4 cm, 5 cm and 6 cm ആണ്. ഈ ട്രയാങ്കിൾ നമുക്ക് SSS മെത്തേഡ് വെച്ചിട്ട് കൺസ്ട്രക്ട് ചെയ്യാം. 7th സ്റ്റാൻഡേർഡിൽ നമ്മൾ പഠിക്കുന്നതാണ് SSS മെത്തേഡ്. അതിന് ഏതെങ്കിലും ഒരു സൈഡ് നമ്മൾ ആദ്യം വരയ്ക്കുന്നു. ഇവിടെ BC = 5 cm നമുക്ക് വരയ്ക്കാം. BC = 5 cm കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ 4 cm സ്കെയിലെടുത്ത് ബിയിൽ പോയിന്റർ പ്ലേസ് ചെയ്ത് ആർക്ക് വരയ്ക്കുന്നു. അടുത്ത AC ലെങ്ത് 6 cm ആണ്. 6 cm റേഡിയസ് ആയി എടുത്ത് സിയിൽ പോയിന്റർ പ്ലേസ് ചെയ്ത് ആർക്ക് വരയ്ക്കുന്നു. അപ്പോൾ ആർക്കുകൾ ഇന്റർസെക്ട് ചെയ്ത പോയിന്റ് ആണ് A. ഇനി A എന്ന പോയിന്റും B എന്നുള്ള പോയിന്റും ജോയിൻ ചെയ്യുന്നു. A എന്ന പോയിന്റും C എന്ന പോയിന്റും ജോയിൻ ചെയ്യുന്നു. ABC എന്ന ട്രയാങ്കിൾ ലഭിച്ചു. ഇനി ABC എന്ന ട്രയാങ്കിളിന്റെ 2/3 സൈഡ്സ് വരുന്ന ഒരു സിമിലർ ട്രയാങ്കിൾ ആണ് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് നോക്കാം, 2/3 എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. ഒരു പ്രോപ്പർ ഫ്രാക്ഷൻ ആണ് സ്കെയിൽ ഫാക്ടർ ആയിട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ സിമിലർ ട്രയാങ്കിൾ, നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന സിമിലർ ട്രയാങ്കിൾ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ വരച്ച ട്രയാങ്കിളിനേക്കാൾ ചെറുതായിരിക്കും. ഈ ട്രയാങ്കിൾ വരയ്ക്കുന്നതിന് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് BCക്ക് ഒരു അക്യൂട്ട് ആംഗിൾ വരത്തക്ക രീതിയിൽ ഒരു റേ കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളതാണ്. കൺസിഡർ BX. ഇനിയും ഇവിടെ 2, 3 എന്നുള്ള പോയിന്റ്സ് കൺസിഡർ ചെയ്യുമ്പോൾ വലിയ നമ്പർ 3 ആണ്. ആ വലിയ നമ്പർ എത്രയാണോ അത്രയും പോയിന്റ്സ് BXൽ മാർക്ക് ചെയ്യുന്നു. BXൽ മാർക്ക് ചെയ്യുമ്പോൾ ആ പോയിന്റ്സ് ഈക്വൽ ഡിസ്റ്റൻസിലായിരിക്കണം. അപ്പോൾ ബിയിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു റേഡിയസ് നമ്മൾ എടുക്കുന്നു. അത് വെച്ച് 3 പോയിന്റ്സ് മാർക്ക് ചെയ്യുന്നു. ഈ പോയിന്റ്സിന് B1, B2, B3 എന്നിങ്ങനെ മാർക്ക് ചെയ്യുന്നു. ഇനി ചെയ്യേണ്ടത് B3യെ സിയുമായി ജോയിൻ ചെയ്യുകയാണ്. B3യെ സിയുമായി ജോയിൻ ചെയ്തു. ഇനിയും B3C എന്ന് പറയുന്ന ഈ ആംഗിൾ ഇവിടെ 2 ആയതുകൊണ്ട് B2വിൽ കോപ്പി ചെയ്യണം. അതായത്
B3 സിക്ക് പാരലായിട്ട് B2വിൽ നിന്ന് ഒരു ലൈൻ വരച്ച് BCയിൽ ഇന്റർസെക്റ്റ് ചെയ്യിപ്പിക്കണം. അതിനു വേണ്ടിയിട്ട് ഈ ആംഗിൾ കോപ്പി ചെയ്യുന്നു. ആ ആംഗിൾ കോപ്പി ചെയ്യുന്നതിന് നമുക്ക് B3യിൽ പോയിന്റർ പ്ലേസ് ചെയ്തുകൊണ്ട് ഈ ആംഗിൾ കോപ്പി ചെയ്യുന്നതിന് B3യിൽ പോയിന്റർ പ്ലേസ് ചെയ്തുകൊണ്ട് ഒരു ആർക്ക് വരയ്ക്കുന്നു. സെയിം ആർക്ക് B2വിൽ പ്ലേസ് ചെയ്തുകൊണ്ടും വരയ്ക്കുന്നു. ഇനി ചെയ്യേണ്ടത് ഈ ആർക്ക് ലെങ്ത് കോപ്പി ചെയ്യുകയാണ്. ഈ രണ്ട് ആംസിലും ഇന്റർസെക്റ്റ് ചെയ്യുന്ന ആ ലെങ്ത് നമ്മൾ എടുക്കുന്നു. ആ ലെങ്ത് ഈ ആർക്കിൽ മാർക്ക് ചെയ്യുന്നു. ഇനി ചെയ്യേണ്ടത് B2വും ഈ ഇന്റർസെക്റ്റിംഗ് പോയിന്റും കൂടെ ജോയിൻ ചെയ്യുന്നു. ജോയിൻ ചെയ്യുമ്പോൾ അത് BCയിൽ വന്ന് ഇന്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഇന്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിന് C' എന്ന് പേര് കൊടുക്കുന്നു. BC' എന്ന് പറയുന്നത് BCയുടെ 2/3 പോർഷൻ ആയിരിക്കും. ഇനി നമുക്ക് ഈ C' ആംഗിൾ C കോപ്പി ചെയ്യണം. ആംഗിൾ C കോപ്പി ചെയ്യുന്നതിന് സിയിൽ പ്ലേസ് ചെയ്തുകൊണ്ട് ഒരു ആർക്ക് വരയ്ക്കുന്നു. സെയിം ആർക്ക് C' പോയിന്റർ പ്ലേസ് ചെയ്തുകൊണ്ടും വരയ്ക്കുന്നു. ഇനി ഈ ആർക്ക് ലെങ്ത് കോപ്പി ചെയ്യുന്നു. അത് C' മാർക്ക് ചെയ്യുന്നു. ഇനി ആ ഇന്റർസെക്റ്റിംഗ് പോയിന്റും C' കൂടെ ജോയിൻ ചെയ്യുന്നു. എക്സ്റ്റെൻഡ് ചെയ്ത് ABയിലേക്ക് ടച്ച് ചെയ്യിപ്പിക്കുന്നു, ഇന്റർസെക്റ്റ് ചെയ്യിപ്പിക്കുന്നു. ഇന്റർസെക്റ്റ് ചെയ്യിപ്പിക്കുമ്പോൾ CAക്ക് പാരലായിട്ട് C', A' എന്ന ലൈൻ സെഗ്മെന്റ് വരുന്നു. ഈ C', A' എന്ന ലൈൻ CAയുടെ 2/3 ആയിരിക്കും. അതുപോലെ തന്നെ BA' എന്ന ലൈൻ സെഗ്മെന്റ് BAയുടെ 2/3 ആയിരിക്കും. അതുകൊണ്ട് BC', A' എന്ന ട്രയാങ്കിൾ BCA എന്ന ട്രയാങ്കിളിന്റെ 2/3 ആയിരിക്കും. That is BC', A' is the required triangle. Next question. Consider a triangle with sides 5 cm, 6 cm and 7 cm and then another triangle whose sides are 7/5 of the corresponding sides of the first triangle. ഇവിടെ ട്രയാങ്കിൾസിന്റെ സൈഡ്സ് തന്നിട്ടുണ്ട്. റഫ് ഫിഗർ വരച്ചാൽ 5 cm, 6 cm and 7 cm എന്നാണ്. ഇവിടെ സ്കെയിൽ ഫാക്ടർ തന്നിരിക്കുന്നത് 7/5 ആണ്. 7/5 തന്നിരിക്കുന്നത് കൊണ്ട് ഇതൊരു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. ദാറ്റ് മീൻസ് മോർ ദാൻ 1 ആണ്. അതുകൊണ്ട് നമ്മൾ വരയ്ക്കാൻ പോകുന്ന സിമിലർ ട്രയാങ്കിൾ എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ട്രയാങ്കിളിനേക്കാൾ വലുതായിരിക്കും. അപ്പോൾ ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ട്രയാങ്കിൾ വരയ്ക്കാം. അതിനായി ആദ്യം QR is equal to 6 cm വരയ്ക്കുന്നു. QR is equal to 6 cm. ഇനി ഒരു സൈഡ് 5 cm ആണ്. അതുകൊണ്ട് 5 cm റേഡിയസ് കോമ്പസിൽ എടുക്കുന്നു. 5 cm റേഡിയസ് കോമ്പസിൽ എടുക്കുന്നു. ക്യൂവിൽ പ്ലേസ് ചെയ്തുകൊണ്ട് ഒരു ആർക്ക് വരയ്ക്കുന്നു. ഇനി അടുത്തത് PR-ന്റെ ലെങ്ത് 7 cm ആണ്. അതുകൊണ്ട് 7 cm റേഡിയസ് കോമ്പസിൽ എടുക്കുന്നു. ആറിൽ പ്ലേസ് ചെയ്തുകൊണ്ട് ആർക്ക് വരയ്ക്കുന്നു. ഇന്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിന് P എന്ന് പേര് കൊടുക്കുന്നു. PQ ജോയിൻ ചെയ്തു.
PR ജോയിൻ ചെയ്തു. ഇനി നമുക്ക് സിമിലർ ട്രയാങ്കിൾസ് വരയ്ക്കണം. സിമിലർ ട്രയാങ്കിൾസ് വരയ്ക്കുന്നത് 7/5 സ്കെയിൽ ഫാക്ടറിലാണ്. 7/5 ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണ്. അതുകൊണ്ട് മോർ ദാൻ 1 ആണ്. മോർ ദാൻ 1 വന്നു കഴിഞ്ഞാൽ നമ്മൾ വരച്ച ട്രയാങ്കിളിനേക്കാൾ, ഫസ്റ്റ് ട്രയാങ്കിളിനേക്കാൾ വലുതായിരിക്കും നമ്മൾ ഇനി വരയ്ക്കുന്ന ട്രയാങ്കിൾ. ആസ് യൂഷ്വൽ QR-ന് അക്യൂട്ട് ആംഗിൾ വരത്തക്ക രീതിയിൽ റേ വരയ്ക്കുന്നു QX. ഇവിടെ 7ഉം 5ഉം ആണ്. വലിയ നമ്പർ 7 ആയതുകൊണ്ട് 7 പോയിന്റ്സ് നമുക്ക് QX-ൽ മാർക്ക് ചെയ്യണം. 7 പോയിന്റ്സ് സെയിം ഡിസ്റ്റൻസിൽ മാർക്ക് ചെയ്യുന്നു. Qയിൽ പ്ലേസ് ചെയ്തുകൊണ്ട് 1 2 3 4 5 6 7. ഈ 7 പോയിന്റ്സിന് Q1, Q2, Q3, Q4, Q5, Q6, Q7 എന്ന് പേര് കൊടുത്തു. ഇനി 7 and 5 ആണ്. നമ്മൾ എപ്പോഴും ജോയിൻ ചെയ്യുന്നത് ഡിനോമിനേറ്റർ ആയിരിക്കും. അപ്പോൾ ഇവിടെ Q5-നെ R എന്ന പോയിന്റുമായിട്ട് ജോയിൻ ചെയ്യുന്നു. അപ്പോൾ Q5 എന്ന പോയിന്റും R എന്ന പോയിന്റും കൂടെ ജോയിൻ ചെയ്യുന്നു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ Q5R-ന് ഒരു പാരലൽ ലൈൻ വരയ്ക്കുകയാണ് Q7-ലൂടെ. അതിനുവേണ്ടിയും ഈ Q5-ന്റെ ആംഗിൾ കോപ്പി ചെയ്യുന്നു. Q5-ലെ ആംഗിൾ അതിൻ്റെ സെയിം റേഡിയസിൽ 2 ആർക്കുകൾ കൺസ്ട്രക്ട് ചെയ്യുന്നു. ഈ ആംഗിൾ ലെങ്ത് എടുക്കുന്നു. ഈ ആർക്ക് ലെങ്ത് നമ്മൾ എടുക്കുന്നു. ആർക്ക് ലെങ്ത് മാർക്ക് ചെയ്യുന്നു. Q7 ജോയിൻ ചെയ്യുന്നു. അപ്പോൾ Q5R-ന് പാരലായിട്ട് ഒരു ലൈൻ കിട്ടുന്നു. ആ ലൈൻ നമ്മൾ QR-നെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. QR-നെ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഇവിടെ വന്ന് ഇന്റർസെക്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് R'. ഇനി ചെയ്യേണ്ടത് ഈ ആംഗിൾ കോപ്പി ചെയ്യുകയാണ്. ആർക്ക് വരയ്ക്കുന്നു. സെയിം R'-ൽ പ്ലേസ് ചെയ്തുകൊണ്ട് ആർക്ക് വരയ്ക്കുന്നു. ഈ ആർക്ക് ലെങ്ത് കോപ്പി ചെയ്യുന്നു. അതിവിടെ മാർക്ക് ചെയ്യുന്നു. മാർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇന്റർസെക്റ്റിംഗ് പോയിന്റ് R'-മായി ജോയിൻ ചെയ്യുന്നു. അപ്പോൾ PR-ന് പാരലലായിട്ട് മറ്റൊരു ലൈൻ സെഗ്മെന്റ് ലഭിക്കുന്നു. ഈ ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഇന്റർസെക്റ്റിംഗ് പോയിന്റ് കിട്ടുന്നു. ദാറ്റ് വിൽ ബി P'. P', Q, R' നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത സിമിലർ ട്രയാങ്കിൾസ്. P', Q, R' ആണ്
പി ക്യു ആറിന് സിമിലറായി നാം കൺസ്ട്രക്ട് ചെയ്ത ട്രയാങ്കിൾ. ദാറ്റ് ഈസ് പി ക്യു ആർ സിമിലർ പി ഡാഷ് ക്യു ആർ ഡാഷ്. ഇങ്ങനെ രണ്ട് മെത്തേഡുകളാണ് നമുക്ക് സിമിലർ ട്രയാങ്കിൾസ് കൺസ്ട്രക്ട് ചെയ്യാൻ. ഒന്ന് പ്രോപ്പർ ഫ്രാക്ഷനായിട്ട് സ്കെയിൽ ഫാക്ടർ തരുമ്പോഴും രണ്ട് ഇംപ്രോപ്പർ ഫ്രാക്ഷനായി സ്കെയിൽ ഫാക്ടർ തരുമ്പോഴും. രണ്ട് മെത്തേഡിലും നമ്മൾ ചെയ്യുന്നത് ഏതാണോ വലിയ നമ്പർ അത്രയും പോയിന്റ്സ് അക്യൂട്ട് ആംഗിൾ കൺസ്ട്രക്ട് ചെയ്ത് റേയിൽ മാർക്ക് ചെയ്യുന്നു. രണ്ട് മെത്തേഡിലും ഡിനോമിനേറ്ററിനെ ഗിവൺ ട്രയാങ്കിളിൻ്റെ പോയിന്റിലേക്ക് ജോയിൻ ചെയ്യുന്നു. പിന്നീട് അതിന് പാരലലായിട്ട് ലൈൻസ് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അത് റേഷ്യോ നോക്കി ന്യൂമറേറ്റർ ഡിനോട്ട് ചെയ്യുന്ന നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റിൽ കൂടിയായിരിക്കും പാരലൽ ലൈൻ നമ്മൾ വരയ്ക്കുന്നത്. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ തന്നിരിക്കുന്ന ട്രയാങ്കിളിനേക്കാൾ വലിയ ട്രയാങ്കിളും പ്രോപ്പർ ഫ്രാക്ഷൻ ആണെങ്കിൽ തന്നിരിക്കുന്ന ട്രയാങ്കിളിനേക്കാൾ ചെറിയ ട്രയാങ്കിളും നമുക്ക് ലഭിക്കും. പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.